കോക്ടെയിൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോൺ വെജ് ചമ്മന്തി ആയിട്ടാണ് കേട്ടോ. ഉണക്ക ചെമ്മീൻ ചമ്മന്തി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിൽ ഞാൻ 1 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്, ഒരു 7-8 ചുമന്ന മുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, കുറച്ച് ഗാർലിക്, 3-4 ചെറിയുള്ളി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ 2-3 തണ്ട് കറിവേപ്പില, 1/2 കപ്പ് ഉണക്കച്ചെമ്മീനും. നമ്മൾ 1 കപ്പാണ് നാളികേരം എടുത്തത്, 1/2 കപ്പ് ഉണക്കച്ചെമ്മീൻ, അതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. നമുക്കിനി ഉണക്കച്ചെമ്മീൻ ഇതേപോലെ നന്നായി കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, നല്ല ക്രിസ്പി ആവണം. ഇതിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകണം, ആ പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് ഇനി അതിലോട്ട് ഉണക്കമുളക് ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ഉണക്കമുളക് നന്നായി മൂത്തിട്ടുണ്ട്, ഞാൻ അത് മാറ്റുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണ്. ഒരുപാട് മൂക്കണ്ട, ഞാൻ മുൻപിട്ട തൃശ്ശൂർ സ്റ്റൈൽ ഉള്ളിച്ചമ്മന്തിയിൽ മൂക്കണ്ട അത്ര വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച മണം മുഴുവനായിട്ട് മാറാനും പാടില്ല, അങ്ങനത്തെ ഒരു പാകത്തിലാണ് നമ്മൾ ഇത് ചെയ്യുക. ഇപ്പോൾ ദാ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്, ഇതും ഏകദേശം ഒന്ന് ചൂടാവുക മാത്രമേ വേണ്ടൂ. ഇതിട്ട് ഏകദേശം ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നാളികേരവും പുളിയും ബാക്കിയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില കുറച്ചധികം ചേർക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ തന്നെ കുറച്ച് നേരം 2 മിനിറ്റോളം ഇരിക്കട്ടെ, അത്രയും മൂത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ചൂടാറാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മുളകും ചെമ്മീനും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഒതുക്കിയെടുക്കണം. ഇത് നമ്മൾ തേങ്ങയുടെ കൂടെ ഇടുവാണെങ്കിൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നത്. മുളകിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഉണക്കച്ചെമ്മീനും ചേർക്കാം. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നാളികേരത്തിൻ്റെ ആ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. നാളികേരം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ചേർക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കുക. പിന്നെ ചെമ്മീനും മുളകും നാളികേരം എല്ലാം കൂടി ഒരുമിച്ച് ചതയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അപ്പോൾ ഈ ചെമ്മീനൊന്നും നന്നായി അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുളകും ചെമ്മീനും ആദ്യം നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതിയെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ, കാരണം ഇവിടെ എല്ലാവർക്കും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചമ്മന്തിയുടെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇത് ഒരുപാട് ഡ്രൈയും അല്ല, എന്നാൽ ഒരുപാട് കുഴഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ ഒരു പരുവമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ അതുപോലെ ചേർക്കുക.
അപ്പോൾ ഇതൊരു സൂപ്പർ ടേസ്റ്റി ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ചോറുണ്ണാനായിട്ട് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അത്രയും എൻ്റെയൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് തരണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം പറ്റുവാണെങ്കിൽ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.